ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. നേന്ത്രപ്പഴം തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പഴമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റവയും, വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല, 1/4 കപ്പ് അളവിൽ തന്നെ റാഗിപ്പൊടിയും 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും. ഇപ്പോൾ എല്ലാവർക്കൊന്നും പഞ്ചസാര ചേർക്കാനായിട്ട് ഇഷ്ടമുണ്ടാവണമെന്നില്ലല്ലോ. ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ശർക്കരപ്പൊടി ചേർത്തോളൂ. ഇനിതാ നമ്മളിതിലേക്ക് 2 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുമാണ് ചേർക്കണത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാനായിട്ട് കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കാം. എനിക്കിത് നല്ലപോലെ മിക്സായി കിട്ടാനായിട്ട് 3/4 കപ്പ് പാലാണ് കേട്ടോ വേണ്ടി വന്നേ. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണേ. ഇനി നമുക്കിത് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാറായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് തന്നെ മതിയാകുവേ, ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചവ്വരി 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ചൗരിയൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടുവേ. അപ്പോൾ നല്ല രസമല്ലേ. ചൗരി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാനായിട്ടും നല്ല എളുപ്പമല്ലേ. നമ്മുടെ ഈ സ്നാക്സൊക്കെ തയ്യാറായി വരുമ്പോൾ ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കുവേ. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഈ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് എണ്ണയിലാണ് വറുത്തെടുക്കണേന്ന് വെച്ചിട്ട് ഇതൊട്ടും തന്നെ എണ്ണ കുടിക്കൊന്നുമില്ല. 2 സൈഡും നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാതും തന്നെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്സ്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. നമ്മളിതിലേക്ക് പഴമൊക്കെ ചേർത്തിക്കൊണ്ട് തന്നെ കഴിക്കാനായിട്ടും ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്